ഓച്ചാന്തുരത്തിൽ ഒരു വിമാനത്താവളമുണ്ടോ? എന്തിന് ഒരു എയർപോർട്ട് പോലുമുണ്ടോ? പാവങ്ങളുടെ സർക്കാരാണ് പോലും, പാവങ്ങളുടെ സർക്കാർ. ഇവിടുത്തെ മൊബൈലുകാർക്ക് സർവീസ് ചെയ്യാൻ ഒരു ഷോറൂം ഉണ്ടോ? എന്തിന് ഞാനൊരു ബെൻസ് കാറ് വാങ്ങിയാൽ അതൊന്ന് റിപ്പയർ ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പ് പോലും ഉണ്ടോ? പാവങ്ങളുടെ സർക്കാരാണ് പോലും, പാവങ്ങളുടെ സർക്കാർ. അല്ല, ഇത്രയല്ലേ വരുള്ളല്ലേ? ഈ കയ്യിലൊന്നും വരികയല്ല. നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒന്ന് കാണട്ടെ. ആദ്യമായിട്ടൊന്നുമല്ല, നേരെ ചൊവ്വ ഈ ടി വിക്കാരൻ്റെ മുമ്പിൽ നിൽക്കാൻ ഈ ഓച്ചാന്തുരത്തിൽ ഞാൻ ഒരുത്തനേ ഉള്ളൂ. ഗ്ലാമർ ഇച്ചിരി കൂടിപ്പോയി, അതിന്റെ പ്രശ്ന. പിന്നല്ലാതെ ഫ്രെയിം പൊട്ടുന്ന ഗ്ലാമർ അല്ലേ? അവന്മാരെന്നെ ആക്കിയതാണ്. ഈ സർക്കാരിനെ 4 തെറി പറഞ്ഞപ്പോ മനസ്സിന് എന്തൊരു സുഖം. ഞാൻ ക്ലീനറാ. ഈ ചരട എന്റെ ജീവിതം. ഭരിക്കുന്നത് സംസ്ഥാന സർക്കാരാണെങ്കിലും ചരട് കേന്ദ്രത്തിന്റെ കയ്യിലാ. അവര് ബെല്ലടിക്കുന്ന വഴിക്കല്ലേ ബോട്ടോടൂ. എന്താ ശരിയല്ലേ? ഇത് കണ്ടോ, ഗതിയില്ലാത്ത ഞാൻ APL ലിസ്റ്റിലാ. കേന്ദ്രം പറയുന്നതേ 20 രൂപ ദിവസ വരുമാനമുള്ളവരൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാന്ന. 1ഉം 2ഉം അല്ല, 15 ലക്ഷം കുടുംബങ്ങളാ ഇങ്ങനെ വഴിയാധാരമായത്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേന്ദ്രത്തെ കുറ്റം പറയാനല്ലാതെ നിങ്ങളെ കൊണ്ട് വല്ലോ നടക്കൂ? നടക്കുമ്പോഴോ നടക്കും. സംസ്ഥാന സർക്കാർ വിചാരിച്ചത് കൊണ്ടാ BPLകാർക്കെല്ലാം ആനുകൂല്യം ലഭിച്ചത്. അതെ, അല്ലാതെ നിങ്ങളുടെ കേന്ദ്രം കഴിഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളുടെ കേന്ദ്രം ഉണ്ടല്ലോ, കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവിയിരിക്കുന്നത് എത്രയാണെന്നറിയോ? 4 ലക്ഷം കോടി രൂപ. പ്രതിമകളെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ ടിക്കറ്റ് 4.50. കഴിഞ്ഞ ആഴ്ച 4 അപ്പൊ അച്ചായനൊന്നും അറിഞ്ഞില്ലേ? എണ്ണവില ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കേന്ദ്ര സർക്കാരെ എണ്ണവില തീരുമാനിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുത്തു. ഇനിയിപ്പൊ അവരാ തീരുമാനിക്കുന്നത് ടിക്കറ്റ്. യവനൊക്കെ നമ്മുടെ നാടിന് വിലയിട്ട് എന്നേ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. എണ്ണവില കൂടിയാലും അനുഭവിക്കുന്നത് നമ്മൾ അത്താഴപ്പട്ടിണിക്കാർ തന്നെയാ. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നടക്കുന്ന നിങ്ങള് കേന്ദ്രത്തിന് പിന്തുണ നൽകിയിട്ടില്ലേ? ഞങ്ങളുടെ പിന്തുണ ഉള്ളപ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റുവിലക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നു. തൊഴിലുറപ്പ് പദ്ധതി കണ്ടിട്ടുണ്ടോ സദാനന്ദ? അത് ശരിയാ. എന്ത് ശരി? എങ്കിൽ തൊണ്ടകര തനിക്ക് പണിക്ക് പോക്കൂടെ? അതിന് കണ്ണ് കാണണ്ടേ? ഓഹോ, അതും ഇപ്പൊ കേന്ദ്രത്തിന്റെ കുറ്റമാ. പിന്നല്ലാതെ നിങ്ങൾക്കറിയാവോ എൻഡോസൾഫാൻ അയാളുടെ കണ്ണ് കളഞ്ഞത്? കണ്ണുണ്ടായിട്ടും നല്ലതും ചീത്തയും തിരിച്ചറിയാത്തവരോട് എന്തു പറയാനാ? എന്നിട്ട് എൻഡോസൾഫാൻ നിരോധിക്കണ്ടെന്നാ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത്. എത്ര പാവങ്ങളെയാ അത് കണ്ണീര് കുടിപ്പിച്ചത്. ഒരു കുഞ്ഞുണ്ടായാൽ കേരള സർക്കാർ 1000 രൂപ ഉടൻ തരും. അതുമാത്രമല്ല, ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും പേരിൽ സർക്കാർ 10,000 രൂപ ബാങ്കിലിടും. 18 വർഷം കഴിഞ്ഞാൽ 1,75,000 രൂപയാണ് തിരികെ നൽകുന്നത്. ഇതാണ് പാവങ്ങളുടെ സർക്കാർ. പാവപ്പെട്ടവന്റെ മനസ്സറിയുന്ന സർക്കാർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ലയായി പാലക്കാടിനെ കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ലയായി പാലക്കാടിനെ കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ
അമ്മേ, ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് വെച്ചാൽ എന്താ അമ്മേ? ബെൻസ് കാറിടാൻ ഇവിടെ സ്ഥലം കാണുവോ എന്തോ. അടുക്കളയിൽ എന്തെങ്കിലും വേവിക്കണമെങ്കിലേ ഇവിടെ ഒരു തുള്ളി മണ്ണെണ്ണ ഇല്ല. എടി 3-6 ഒരു 12 പേരെ കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഡ്രാഫ്റ്റുകൾ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കല്ലേ. നീ ആ രാമൻകുട്ടിയുടെ മരണത്തിന് പോയടാ? പിന്നെ എൻ്റെ ഒരു ലെഗല്ലേ പോയത്. 3 പേരെ കൂടെ ചേർത്താൽ മതിയായിരുന്നു. 10,000-ന് ഡ്രാഫ്റ്റ് കിട്ടിയാനെ. അതിനു മുമ്പ് ചത്ത് കളഞ്ഞില്ലേ. ആ എല്ലാവർക്കും ഇതൊരു പാടാ. ഞാൻ ചത്തിട്ട് നീ ഡ്രാഫ്റ്റ് വാങ്ങിയത് തന്നെ. എടി നിന്റെ ബോംബെയിലുള്ള ചെറിയമ്മയുടെ നമ്പർ തന്നെ. അച്ഛാ, ക്ലാസ് പിടിക്ക് അച്ഛൻ വന്നില്ലേല് ഇറക്കി വിടുമെന്ന് മാഷ് പറഞ്ഞു. മാഷ് അങ്ങനെ പറഞ്ഞാ? ഞാനൊന്ന് കാണട്ടെ മോളെ. ഞാൻ ഊട്ടി വിട്ട് പഠിപ്പിക്കും. എന്റെ ഡ്രാഫ്റ്റ് ഒന്ന് വന്നോട്ടെ. ആ EMS ഭവന പദ്ധതി പ്രകാരം ഒരു അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരു വീട് കിട്ടിയനെ. കണ്ടില്ലേ ഇതിന്റെ ഒരു കോലം? അതൊക്കെ തട്ടിപ്പാടി. അല്ലേലും നമ്മൾ തറവാട്ടി പറഞ്ഞവർക്ക് പറഞ്ഞിരിക്കുന്ന പരിപാടിയാണ് ഈ ക്യൂബിലൊക്കെ പോയി നിൽക്കല്. അതെന്റെ തുളസി പറഞ്ഞതാ ശരി. നിന്നെ പോലെ ഗതിയില്ലാത്തതൊന്നും അല്ല ഞങ്ങള്. ഇവന്റെ മുത്തച്ഛനുണ്ടല്ലോ നാരായണൻകുട്ടി, ആരാണെന്നറിയാമോ? ദിവാൻ പേഷ്കാര്. ദിവാൻ പേഷ്കാരുടെ കൊച്ചുമോനെ EMS ഭവന പദ്ധതിയിൽ അപേക്ഷ കൊടുക്കാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷേ ഞാനൊരു അപേക്ഷ കൊടുക്കും. നീ അപേക്ഷ കൊടുക്കോടി അഹങ്കാരി. തറവാട്ടുകാരുടെ മാനം കളയാൻ തന്നെ ഇറങ്ങിയിരിക്കുക അവള്. തറവാട്? ഇതല്ലേ തറവാട്? ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? മനുഷ്യന് സ്വൈര്യം തരികല. കണ്ടോടാ അവളെ ഒരു അഹമ്മതി. അപേക്ഷ കൊടുക്കും പോലും. നോക്കിക്കോ, നാളെ എന്റെ അച്ഛൻ വരും. കടുവ ഗോവാലനാ. നിക്ക് നിക്ക്. ഇനി ഞാൻ കളിക്കാമേ. ഇതാ ഒന്ന് പിടിച്ചേ. ഹായ് അപ്പൂപ്പ. വന്നേ. അപ്പൂപ്പ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. മോൻ ഇഷ്ടായോ? അപ്പൂപ്പ, ഈ കാറ് ബെൻസ് ആണോ? ഈ കാറ് അച്ഛന് കൊടുക്കാം. കുറെ കാലമായി ബെൻസുകാരെന്ന് പറഞ്ഞ് നടക്കുന്നു. കൊണ്ടുവയ്ക്കും മോളെ. അയ്യോ, ഇതാരാ? ഗോപാലൻ ചേട്ടനാ? നാഗാലാൻഡിൽ നിന്ന് എപ്പ എത്തി? ഇന്നലത്തെ ഗോഹട്ടിയിൽ ഇങ്ങ് പോന്നു. അയ്യോ, ഇരുന്നട്ടെ. ഇതെന്താ വീടൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന? അയ്യോ, ഇത് നമ്മുടെ പഴയ തറവാടല്ലയോ? ഇതൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയായി കൂടെ? ഇത് നല്ല കൂത്താ. പാരമ്പര്യം ഉള്ളവരാരെങ്കിലും തറവാട് പൊളിക്കുവോ? ആ EMSന്റെ കാലത്തെ, അതായത് 57-ല് ഭൂപരിഷ്കരണ സമയത്ത് പുരയിടമൊക്കെ കുടിയാന്മാർക്ക് കൊടുത്ത ചരിത്രവാ ഞങ്ങൾക്കുള്ളത്. ചില്ലറക്കാരാണോ ഞങ്ങള്? മോളെ രമേ, അച്ഛൻ ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ. അച്ഛനിപ്പോ വന്നേ ഉള്ളോ? പട്ടാളത്തിലെ പെൻഷനുണ്ടല്ലോ അച്ഛന്. ഇനി സെക്യൂരിറ്റി പണിക്കൊന്നും പോണ്ട. നിന്റെ മാല എന്തിയെ? താലിമാല? അതച്ഛാ, പിന്നെ നീ അത് അടുക്കളയിലെ കടുവ് ഭരണിക്കകത്ത് ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഇങ്ങനെയുണ്ടോ ശ്രദ്ധയില്ലാത്തൊരു കൊച്ച്? ഞാനേ ഇച്ചിരി തേയില വെള്ളം തിളപ്പിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്.
എന്താ മോളെ? അമ്മേ അമ്മേ, എന്താ മോനെ? ചേച്ചി ഇന്നൊന്നും കഴിച്ചിട്ടില്ല. മോളിങ് വന്നേ. വാ. നീ എന്തോ ഒന്നും കഴിക്കാഞ്ഞേ? ചോറും ചമ്മന്തിയും മാത്രല്ലേ ഉള്ളൂ. ഇന്നലെ ആരി കണ്ടു, കൊറേ കളിയാക്കി. എന്താ അമ്മ നമ്മള് മാത്രം ഇങ്ങനെ? ഒക്കെ മാറും മോളെ, നമ്മുടെ വിഷമം ഒക്കെ മാറും. ചമ്മന്തിയും ചോറും കഴിച്ച് മടുത്തു. ഇത്തിരി സാമ്പാർ കൂട്ടാൻ കൊതിയാവുക. അമ്മേ ദാ നോക്കി. എന്താ മോളെ ഇത്? പച്ചക്കറി വിത്ത സ്കൂളിൽ തന്നതാ. നമുക്ക് ഈ വെണ്ടയ്ക്ക് നട്ട് കളിപ്പിക്കാം, എന്നിട്ട് സാമ്പാർ വെക്കാം, അല്ലേ അമ്മേ? ഇതെന്താ, മുട്ടയോ? അമ്മേ, ഇന്നു മുതൽ സ്കൂളില് ഓരോ കുട്ടിക്കും പാലും മുട്ടയും കൊടുക്കുന്നുണ്ട്. ഇത് അമ്മയ്ക്കും ഉണ്ടോന്ന്?